തെറ്റാണ് കൂട്ടരെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസ്ബിഹു ജുനുബൻ, അള്ളാഹുവിന്റെ റസൂൽ ജനാബത്തുകാരനായി സുബഹിയിൽ പ്രവേശിക്കാറുണ്ട്. സുബഹി വഖത്തിൽ പ്രവേശിക്കാറുണ്ട്, സുബഹി നിസ്കാരത്തിൽ പ്രവേശിക്കാറുണ്ട് നല്ല കേട്ടോ, സുബഹി വഖത്താകാറുണ്ട്. മിൻ ജിമാഇൻ, ഭാര്യാഭർത്തൃ ബന്ധം കൊണ്ട് തന്നെ. മിൻ ഗൈരി ഇഹ്തിലാമിൻ, സ്വപ്നസ്കലനം കൊണ്ടല്ല. സ്വപ്നസ്കലനം ഉണ്ടായാലും ജനാബത്തുകാരനാവും, കുളിച്ച് ശുദ്ധിയാകൽ നിർബന്ധ. പക്ഷേ സുമ്മ യസുബു ഫി റമളാൻ, ഭാര്യാഭർത്തൃ ബന്ധം കൊണ്ട് തന്നെ ജനാബത്തുകാരനായി പിന്നെ കുളിച്ച് സുബഹി നിസ്കരിച്ച് നോമ്പിൽ പ്രവേശിക്കാറുണ്ട്. അപ്പൊ സുബഹിന്റെ മുമ്പ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ട് ബാങ്ക് കൊടുത്തു പോയല്ലോ വീസാഞ്ഞ് എന്താ ചെയ്യ നമ്മളെ നോമ്പ് പോയല്ലോ എന്ന് ബേജാറാകാൻ നിൽക്കണ്ട, ഒരു പ്രശ്നമല്ല. അത് റസൂലുള്ളാഹിന്റെ ഹദീസിൽ വ്യക്തമായി വന്നതാണ്. പിന്നെ ഇഹ്തിലാം എന്ന് പറഞ്ഞാൽ, ഇഹ്തിലാം എന്ന് പറഞ്ഞാൽ സ്വപ്ന സ്ഖലനം, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. അതേ സമയത്ത് സ്ഖലനം ഉണ്ടാക്കിയാലോ, സ്വവർഗഭോഗം പോലുള്ള അല്ല സ്വയംഭോഗം പോലുള്ള പ്രവൃത്തികൾ കൊണ്ട്, അപ്പൊ നോമ്പ് മുറിയും, ആ നോമ്പ് ഖളാ വീട്ടണം എന്ന് മാത്രല്ല, പകൽ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ നോമ്പ് ബാത്തിലാവുന്നു മാത്രല്ല, വലിയ കുറ്റമാണത്. കഫാറത്ത്, ഫൈന് കൊടുക്കണം. എന്താ ഫൈന് എന്നറിയങ്ങള്? ഒരടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കണം എന്നാ. എന്താ 2 മാസം തുടർച്ചയായാൽ 30 ദിവസം കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം റെസ്റ്റ് കൊടുക്കാൻ പറ്റുമോ? പിന്നെ അവിടുന്ന് അങ്ങോട്ട് 60 നോൽക്കണം. ആ പൂതി പിന്നെ ഉണ്ടാകരുത്. അത്ര വലിയ ഫൈനാണ് അള്ളാന്റെ റസൂൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നോമ്പ് കാലത്ത് ഭാര്യയുമായി പകൽ സമയത്ത് ബന്ധപ്പെടുന്നത് വലിയ കുറ്റമായി അള്ളാന്റെ റസൂല് നിശ്ചയിച്ചിരിക്കുകയാണ്. 60 മിസ്കീന് ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ എന്നും ഹദീസിൽ കാണാൻ സാധിക്കും. നോമ്പുകാരനായിരിക്കും അള്ളാഹുവിന്റെ റസൂൽ ഭാര്യ ചുംബിച്ചതായി ഹദീസിലുണ്ട്. പക്ഷേ അതെന്താകണം? അത് പറഞ്ഞ ആയിഷ റളിയല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, വഅയ്യുക്കും യംലികു ഇർബഹു കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംലികു ഇർബഹു. അള്ളാഹുവിന്റെ റസൂൽ നോമ്പുകാരനായിരിക്കെ ചുംബിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് നബിയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നിങ്ങളിൽ ആരുണ്ട് തന്റെ വികാരത്തെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നവൻ? റസൂലുള്ളാഹി നിയന്ത്രിച്ചു നിർത്തുന്നത് പോലെ. 50 വയസ്സ് കഴിഞ്ഞ ആളാ റസൂലുള്ളാഹി. ആയിഷ ബീവിനെ കല്യാണം കഴിക്കുന്ന 5 വയസ്സല്ലേ? മാത്രല്ല ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും റിവായത്ത് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ്. ആയിഷ ബി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, കാന യുഖബ്ബിലു വഹുവ സായിമുൻ വയുബാശിറു വഹുവ സായിമുൻ. അള്ളാഹുവിന്റെ റസൂൽ ചുംബിക്കാറുണ്ട്, ആലിംഗനം ചെയ്യാറുണ്ട് ഭാര്യയെ, പക്ഷേ അദ്ദേഹം തന്റെ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളായിരുന്നു. അപ്പൊ സ്വന്തം ശരീര വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ മാത്രം അതിന് മെനക്കെട്ടാ മതി. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചതല്ല, പക്ഷെ അത് സംഭവിച്ചു പോയി എന്ന് പിന്നെ പറയാൻ നിൽക്കണ്ട. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഭാര്യയെ ചുംബിച്ചിട്ട് വളരെ വികാര വിവശനായിക്കൊണ്ട്, നബിയെ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു എന്നുള്ളമായി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. നബി വെച്ച്, താൻ വായിൽ വെള്ളം കയറ്റി കൊപ്പിക്കാറില്ല നോമ്പിന്? അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എന്നാ അതുപോലെ തന്നെയാടോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി തിരുത്തി കൊടുത്തു. പിന്നെ ചില ഹദീസുകളിൽ ചെറുപ്പക്കാര് ചോദിച്ചപ്പോ ചുംബിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്, പ്രായമുള്ളവർ ചോദിച്ചപ്പോ നബി അനുവാദം കൊടുക്കുകയും ചെയ്തു. എന്തിനാ? കൂടുതൽ ശരീരത്തെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കുമെന്നത് കൊണ്ടാണ്. അതുകൊണ്ട് റസൂല് ചുംബിച്ചിട്ടുള്ളോ എന്നും പറഞ്ഞിട്ട് ചുംബിക്കാൻ പോയിട്ട് പിന്നെ അവസാനം അത് ലൈംഗിക ബന്ധത്തിൽ എത്തിപ്പെട്ടാൽ നോമ്പ് ഫസാദാവും, 60 ദിവസം നോമ്പ് നോൽക്കേണ്ടി വരും, വലിയ ഫൈന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയോ? മരുന്ന് കുത്തിവെക്കുന്നതുകൊണ്ട് നോമ്പ് മുറിയില്ല. പക്ഷെ ഗ്ലൂക്കോസ് പോലത്തെ ശരീരത്തിന് പോഷണം കിട്ടുന്ന, വിശപ്പിന് സമാധാനം കിട്ടുന്ന അതാണെങ്കിലോ അതുകൊണ്ട് നോമ്പ് മുറിയും. 10 ദിവസം കിടക്കാം, ഒരു സിറിഞ്ചിൽ ഒരു 1/2 ലിറ്റർ ഇങ്ങനെ ഗ്ലൂക്കോസ് കയറ്റിയാൽ മതി അല്ലേ? 1/2 ലിറ്ററോ 1 ലിറ്ററോ കയറ്റിയാ. അപ്പൊ അത് പാടില്ല. അതല്ലാത്ത മരുന്ന് കയറ്റുന്നത് കൊണ്ട് ഒരാൾക്ക് പല്ലെടുക്കണം, അപ്പൊ പല്ലിന്റെ മോണെ ഒന്ന് തെരിപ്പിക്കാൻ ഇഞ്ചക്ഷൻ എടുത്തു, നോമ്പ് മുറിയോ? മുറിയുന്നതല്ല. അപ്പൊ അങ്ങനത്തെ സന്ദർഭത്തിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതാണ്, തരിപ്പിക്കാനുള്ള ഇഞ്ചക്ഷനോ മരുന്ന് കുത്തിവെക്കാനുള്ള ഇഞ്ചക്ഷനോ ഒക്കെ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അങ്ങനത്തെ വലിയ രോഗിയാണെങ്കിൽ അയാൾക്ക് അള്ളാന്റെ ഇളവുണ്ട്. എന്താ? നോമ്പ് വിടാം, എന്നിട്ട് അത്രയും ദിവസം നോമ്പ് വേറെ നോറ്റ് വിടാം, ഒരു പ്രശ്നവുമില്ല. അതുപോലെ മൂക്കുന്ന് ചോര വന്ന്, പല്ലിന്റെ ഇടയിൽ നിന്ന് ചോര വന്ന് ബ്രഷ് ചെയ്തപ്പോ, അല്ലെങ്കിൽ കയ്യിലൊരു മുറി ഉണ്ട് അതിന് ചോര വന്ന്, തരിമൂക്കുന്ന് ചോര വന്ന്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നോമ്പ് മുറിയോ? മുറിയുന്നതല്ല. മുറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമില്ല. പിന്നെ സ്ത്രീകൾ ഭക്ഷണം ഉപ്പുണ്ടോ നോക്കാൻ പറ്റുമോ? നോമ്പ് കാലത്ത് നോക്കണീന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നൊട്ടി നുണഞ്ഞങ്ങ് ഇറക്കിപ്പോയരുത്. നാവിന്റെ തലപ്പത്ത് നോക്കിയിട്ട് അപ്പൊ തന്നെ തുപ്പിക്കളയണം, അതിന് യാതൊരു കുഴപ്പവുമില്ല. തൊണ്ടയിലേക്ക് എത്തുകയില്ല എന്നുറപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പൊ പല ആളുകളും പറയലുണ്ട്, നോമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഭൗതിക വ്യാഖ്യാനമാണല്ലോ. ഇപ്പോ പട്ടിണിയും പൈതാഹവും പരിശീലിപ്പിച്ച് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം തരണം ചെയ്യാൻ മുസ്ലിം ഉമ്മത്തിനെ പരിപക്വമാക്കി തീർക്കുന്ന മഹത്തായ ഇബാദത്തത്രേ നോമ്പ്. അപ്പോ പട്ടിണി എടുക്കാൻ പഠിപ്പിക്കലാണ് നോമ്പിന്റെ ഉദ്ദേശം. അള്ളാന്റെ റസൂലോ ഖുർആനോ അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് ഓരോരുത്തർ ബയലിന്റെ സൗകര്യത്തിന് ഉണ്ടാക്കിയതാ. പട്ടിണി പരിശീലിപ്പിക്കലാണ് നോമ്പിന്റെ ഉദ്ദേശമെന്ന് അള്ളാഹുവോ റസൂലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. ഇപ്പൊ ഒരുപക്ഷെ നോമ്പ് നോറ്റ ഒരാൾക്ക് കുറെ സമയം പട്ടിണി കിടക്കേണ്ടി വന്നാലും
എന്താ നമ്മൾ നോമ്പ് വിൽക്കാറില്ലേ, ഇന്നിപ്പോ അങ്ങനെയെന്ന് വിചാരിക്കുക. പാസ്പോർട്ടിന് ലൈൻ നിന്നിട്ടേ വെള്ളം ഇങ്ങനെ കുടിക്കുക, രാവിലെ നിന്നതാ വൈകുന്നേരം ആകാനായി, നമ്മൾ നോമ്പ് വിൽക്കല്ല അങ്ങനെ വിചാരിക്കപ്പെന്ന്. ഇങ്ങനെ ഒരു ആശ്വാസം ഓന് കിട്ടുന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനു വേണ്ടിയാ നോമ്പ് നിശ്ചയിച്ചേ അല്ല. മാത്രമല്ല, ഒരാൾ നോമ്പെടുക്കുമ്പോ നിയ്യത്ത് അള്ളാന്റെ റസൂൽ നോമ്പ് നിശ്ചയിച്ചത് എനിക്ക് പട്ടിണി പരിശീലിക്കാനാണ്, അതുകൊണ്ട് ഞാൻ ഒരു വിശപ്പ് ട്രെയിനിങ് എന്ന നിലക്ക് നോമ്പെടുക്കുന്നു. നിയ്യത്ത് അതായ പോയില്ലേ കഥ. നോമ്പിന്റെ നിയ്യത്ത് പരലോകത്ത് കൂലി കിട്ടണം എന്നതായിരിക്കണം. അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ട്, അവൻ പറഞ്ഞത് കൊണ്ട് ഞാൻ നോമ്പെടുക്കുന്നു എന്നതായിരിക്കണം. അല്ലാതെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണല്ലോ ഇപ്പോൾ പല പണ്ഡിതന്മാരും പിശകുരന്മാരും ഒക്കെ പറയുന്നത്. എന്നാ കിടക്കട്ടെ ഒരു നോമ്പ്, സുമു തസിഹു, നിങ്ങൾ നോമ്പെടുക്കുക ആരോഗ്യം നേടുക. കള്ള ഹദീസ. അങ്ങനെ ഒരു ബുക്കനെ എഴുതിയിരുന്ന ഒരു ചങ്ങായി കേരളത്തില്, നോമ്പിന്റെ ആരോഗ്യശാസ്ത്രം. കള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ബുക്ക് ചെയ്ത ഹദീസ് സഹിയാണോ എന്നും കൂടി നോക്കുന്നില്ല. സുമു തസിഹു, നോമ്പെടുക്കുക ആരോഗ്യം നേടുക. നോമ്പെടുത്തിന് എത്ര ആൾ ക്ഷീണിക്കലുണ്ട്? എല്ലാവർക്കും ആരോഗ്യം ഉണ്ടായാലുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് നോമ്പെടുക്കാൻ പാടില്ല എന്ന് ചിലപ്പോൾ ഡോക്ടർ പറയലുണ്ട്. എന്താ, പറ്റ മെലിഞ്ഞ് ശോഷിച്ചൊരു മനുഷ്യനാണ്, വയസ്സനായി, അപ്പോ അല്ലെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞിട്ട് അസുഖം വന്ന് രക്തവാർച്ച ഉണ്ടായി, അങ്ങനെയൊക്കെയുള്ള പെണ്ണുങ്ങളോട് നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറയും ഡോക്ടർ. അപ്പൊ എല്ലാവർക്കും ആരോഗ്യം കിട്ടുമൊന്നുമില്ല. അപ്പൊ അതൊരിക്കലും തന്നെ നമ്മൾ ലക്ഷ്യമായി കാണാൻ പാടില്ല. ദുർബലമായ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ചില ആളുകളൊക്കെ എന്തായാലും ഇപ്പോ യഥേഷ്ടം ഭക്ഷണം കിട്ടൂല, ചെറിയ കുട്ടിക്ക് വരെ നോമ്പാ, പീടിയൊക്കെ ഇറങ്ങാനും പാടില്ല, അവിടെ കട അടവ്, അങ്ങോട്ട് പോയാലും നോമ്പ്, ഇങ്ങോട്ട് വരും, എല്ലാവർക്കും നോമ്പ്, ഞാൻ മാത്രം നോമ്പെടുത്തില്ലെങ്കിൽ മോശമല്ലേ, എന്നാ കിടക്കട്ടെ ഒരു നോമ്പ് എന്ന നിലക്ക് സമൂഹത്തോട് ഒത്തുപോകാൻ വേണ്ടി, ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു നോമ്പ് കൂലി കിട്ടൂല. അള്ളാഹു കൽപ്പിച്ചത് ഈമാനം വഹ്തിസാബൻ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹു പറഞ്ഞു വന്നതിനാലും അങ്ങനെ നോമ്പെടുക്കണം. എന്നാൽ മാത്രമേ പരലോകത്ത് പുണ്യം കിട്ടുകയുള്ളൂ. സുഹൃത്തുക്കളെ, പട്ടിണി പരിശീലിപ്പിക്കലാണെങ്കിൽ മക്കത്തുനിന്നല്ലേ നോമ്പ് നിർബന്ധാക്കേണ്ട? ഏതായാലും റസൂലിനും സഹാബികൾക്കും പട്ടിണിയാ, നോമ്പും കൂടി ഉണ്ടെങ്കിൽ ഇരട്ട കൂലിയായില്ലേ. കുറച്ചൊക്കെ പട്ടിണി മാറി ഒരല്പം സൗകര്യമൊക്കെ കൈവന്ന കാലത്ത് മദീനയിൽ വന്ന് ഹിജ്റ 2-ാം വർഷമാണ് എന്ത് ചെയ്തത്? നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പട്ടിണി പരിശീലിപ്പിക്കൽ ഉദ്ദേശമില്ല. അതുപോലെ മറന്നു തിന്നാലും കുടിച്ചാലും നോമ്പ് മുറിയില്ല എന്നാ പറഞ്ഞത്. പട്ടിണി പരിശീലിപ്പിക്കലായിരുന്നു ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? മറന്നു തിന്നാലും മുറിയും, കാരണം വിശപ്പ് പോയില്ലേ. മറന്നു തിന്നാലും കുടിച്ചാലും വിശപ്പിന് പരിഹാരമായില്ലേ, അതുകൊണ്ട് മുറി എന്നാ പറയേണ്ടത്. പറയാത്ത എന്തുകൊണ്ടാ? പട്ടിണി പരിശീലിപ്പിക്കൽ നോമ്പിന്റെ ഉദ്ദേശമല്ല. ഇപ്പൊ ചില ആളെ വയല് കേട്ടാല് അത്താഴം അത് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. നോമ്പിന്റെ തത്വത്തിന് അത് എതിരാകുന്നു. എന്തൊക്കെയാ പറഞ്ഞു ഈ സൂഫികൾ കയറ്റിക്കൂട്ടിയതാ. അത് നോമ്പ് അത്താഴത്തിന്റെ തത്വത്തിനെതിരാണെന്ന് ചില ഫളായിൽ കിതാബുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ്, സൂഫികൾ എഴുതി വെച്ചത്. അത് ഒരിക്കലും ശരിയല്ല. തസഹറു ഫഇന്ന ഫി സഹൂരി ബറക്കത്തൻ, നിങ്ങൾ നോമ്പെടുക്കണം, നോമ്പെടുക്കുന്നതിൽ ബറക്കത്തുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അത് അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഫസഹൂറു ബറക്കത്തും ഫലാ തദഉഹു, അത്താഴം ഒരു അനുഗ്രഹമാണ്, അത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. വലൗ യജ്റഅഹദുക്കും ജുർഅത്തൻ മിൻ മാഇൻ, നിങ്ങൾ ഒരു ഇറക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും അത്താഴമാക്കണം. ഫഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൽ മുതസഹിരീൻ, അല്ലാഹുവും അവന്റെ മലക്കുകളും അത്താഴം കഴിക്കുന്നവർക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു അനുഗ്രഹം ചെയ്യുന്നു, മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. കണ്ടോ, ഇത്രയും വലിയ പുണ്യമാണത്. കുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ, പ്രഭാതമാകുന്ന വെളുത്ത നൂലിൽ നിന്നും ഇരുട്ടാകുന്ന കറുത്ത നൂൽ വേറിട്ട് മനസ്സിലാകുന്നതുവരെ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക എന്ന് അള്ളാഹു പറഞ്ഞിട്ട് നമ്മൾ പറയാണ് അത്താഴം അത് നോമ്പിന്റെ തത്വത്തിനെതിരാണ്. അതുകൊണ്ട് മഹാനവറുകൾ അത്താഴം കഴിച്ചിരുന്നില്ല. അത്താഴത്തിന് നോമ്പ് തുറക്കുന്നതിന് കൂടി ഒരു ചപ്പാത്തി മാത്രമാണ് മൂപ്പർ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചാൽ ആ ചപ്പാത്തിന്റെ വലിപ്പം എത്രയാണ്? ഒരു ചപ്പാത്തി കൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കിയുണ്ട് അത്താഴം കഴിക്കുമ്പോഴാണ്. അതൊക്കെ ഒരു മഹാൻ പറഞ്ഞിരിക്കുന്നു. ഒരു മഹാൻ, ഈ മഹാന്മാരുടെ മഹത്വവചനങ്ങൾ അള്ളാന്റെ ഖുർആൻ റസൂലിന് എതിരായാൽ പറ്റുമോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത്താഴം ഒഴിവാക്കരുത്. ഇസ്ലാമിൽ ആദ്യം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോ അഹ്ലി കിതാബിന്റെ നോമ്പായിരുന്നു. അഹ്ലി കിതാബിന്റെ നോമ്പെന്താ? നോമ്പ് തുറന്നു കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും തിന്നാൻ പാടില്ല. ഉറങ്ങുന്നതിന് മുമ്പ് വല്ലതും തിന്നോ കിട്ടി, ഇല്ലേ പിന്നെ അടുത്ത ദിവസം നോമ്പ് തുറക്കുമ്പോഴേ തിന്നാൻ പാടുള്ളൂ. അങ്ങനെ ആദ്യം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. പക്ഷെ പിന്നീട് ആ നിയമം മാറ്റി. ഫസ്ലു മാ ബൈന സുയാമിനാ വസുയാമി അഹ്ലിൽ കിതാബ് അകലത്തു സഹർ, നമ്മുടെ നോമ്പിനും അതുപോലെ തന്നെ അഹ്ലി കിതാബിന്റെ നോമ്പിനും ഇടയിലുള്ള വ്യത്യാസം അത്താഴം കഴിക്കലാണ്. ചില ആളുകൾ പറയും, ഞാൻ ഇന്നലെ 12 മണിക്ക് ചോറുന്നതാ, ഇപ്പൊ സമയത്തിലായി 6:45, എനിക്ക് എത്ര നോമ്പായി? 12 മുതൽ 6, അവിടെ വരെ 6 മണിക്കൂർ, പിന്നെ അവിടുന്ന് 6:45 വരെ ഇങ്ങോട്ടും, അപ്പൊ 12, 18 മണിക്കൂർ. എന്റെ നോമ്പെന്താ? സുബൈക്ക് 4:45 തിന്നല്ലേ. അപ്പൊ ഓന്റെ നോമ്പ മിടുക്കുള്ള നോമ്പ് എന്നാ അപ്പം വരുത്തുന്നത്. പൊട്ടൻ, മനസ്സിലായില്ലേ? ഇസ്ലാം മനസ്സിലാക്കാത്തവൻ. അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താ? നീ അത്താഴം കഴിക്കണം,
അത്താഴം ഒഴിവാക്കരുത്.